ആദ്യമൊക്കെ മാധ്യമ പ്രവർത്തകരെ സോഷ്യലിസ്റ്റ് വെൽഫെയർ ഫോറത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുക. ഞങ്ങൾ ഇന്ന് ഇത്തരത്തിലൊരു പത്രസമ്മേളനം വിളിച്ചത് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ അതിപിന്നോക്ക സമുദായ സംഘടനകളുടെ കൂട്ടായ്മയാണ് സോഷ്യലിസ്റ്റ് വെൽഫെയർ ഫോറം. കേരളത്തിൽ പട്ടികജാതി വിഭാഗത്തിൽ 53 സമുദായങ്ങളും പട്ടികവർഗ വിഭാഗത്തിൽ 35 സമുദായങ്ങളാണ് ഉള്ളത്. 2011 സെൻസസ് പ്രകാരം പട്ടികജാതി വിഭാഗത്തിൻ്റെ ജനസംഖ്യ 30,39,573 പട്ടികവർഗത്തിൽ 4,84,839 ആണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും വെറും 5000 അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പരിപാടി നടത്തുന്ന ഒരു പട്ടികജാതി സമുദായ നേതാവിനെയാണ് കേരളത്തിലെ മുഴുവൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ വക്താവായി കണക്കാക്കുന്നത്. സമാനമായ സ്ഥിതി തന്നെയാണ് മറ്റു പിന്നോക്ക വിഭാഗങ്ങളുടെ കാര്യത്തിൽ നിലനിൽക്കുന്നത്. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പ്രബലമായ ഒരു സമുദായത്തിൻ്റെ നേതാവിനെയാണ് കേരളത്തിലെ ജനസംഖ്യയുടെ 45% വരുന്ന പിന്നോക്ക വിഭാഗങ്ങളുടെ വക്താവായും കണക്കാക്കുന്നത്. ഈ സർക്കാർ കേരളത്തിലെ നവോത്ഥാന നായരുടെ പേരിൽ സ്മാരക പഠന ഗവേഷണ കേന്ദ്രങ്ങൾ പ്രഖ്യാപിച്ച നടപടിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കുറേ ഡിമാൻഡും ഉണ്ട് ഈ സംഘടനയെ സംബന്ധിച്ച്. ഇവിടെ ഇപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഞാൻ സൂചിപ്പിച്ചതുപോലെ ഓരോ നേതാക്കന്മാരാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള സമുദായങ്ങളെ പരിഗണിക്കുന്നില്ല. ഞങ്ങൾ ഈ പിന്നോക്ക സംഘടന പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക സമുദായങ്ങളുടെ സംഘടന കൂട്ടായ്മയിൽ 17ഓളം സംഘടനകൾ ഒരുമിച്ചാണ് ഞങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലയിലും സംവിധാനമുള്ള ഒരു സംഘടനയാണ്. അതുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഡിമാൻഡുകൾക്ക് അംഗീകാരം നൽകുന്ന മുന്നണികൾക്ക് മാത്രമേ ഞങ്ങൾ വോട്ട് ചെയ്യൂ എന്ന് പറയാൻ വേണ്ടിയാണ് ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നിരാലംബരായിട്ടുള്ള സംഘടനകളാണ് അതിനകത്തുള്ളത്. ഇതിനകത്ത് വേടർ സമുദായത്തിൻ്റെ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ളത് ഒന്ന് ഞാൻ എൽ രമേശനാണ്. ഞാൻ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ്. KPMSൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. പിന്നെ സുഭാഷ് ബോസ് ആറ്റുകാൽ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. അദ്ദേഹം അസുഖം കാരണം എത്താൻ പറ്റില്ല. അദ്ദേഹം KMSSൻ്റെ സംസ്ഥാന ചെയർമാനാണ്. ഈ DR വിനോദ് അദ്ദേഹമാണ് ഈ സംഘടനയുടെ ഖജാൻജി. അദ്ദേഹം KSSൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. പിന്നെ സുരേഷ് കുന്നത്ത് സംഘടനയുടെ സെക്രട്ടറിയാണ്. കേരള വിളക്കത്തില നായർ സഭ ജനറൽ സെക്രട്ടറിയാണ്. അഡ്വക്കേറ്റ് സതീഷ് കുമാർ അദ്ദേഹം സംഘടനയുടെ വൈസ് പ്രസിഡന്റാണ്. AKCS ജനറൽ സെക്രട്ടറിയാണ്. TP കുഞ്ഞുമോൻ സംഘടനയുടെ സെക്രട്ടറിയാണ്. കേരള വീരശൈവ മഹാസഭ പ്രസിഡന്റാണ്. മുരുകേശൻ പിള്ള സംഘടനയുടെ വൈസ് പ്രസിഡന്റാണ്. ഉദയംകുളങ്ങര ചെട്ടി സമുദായം സംഘം ജനറൽ സെക്രട്ടറിയാണ്. പാളയം ജോസ് സംഘടനയുടെ സെക്രട്ടറി. കേരള നാടാർ മഹാജന സംഘം സെക്രട്ടറിയാണ്. സാബു ആറ്റുകാൽ സംഘടന വൈസ് പ്രസിഡന്റാണ്. ദണ്ടാർ സർവീസ് സൊസൈറ്റി സംസ്ഥാന കമ്മിറ്റി അംഗം. B ശശിധരൻ പിള്ള ഈ സംഘടനയുടെ വൈസ് പ്രസിഡന്റാണ്. KCMS സംസ്ഥാന പ്രസിഡന്റാണ്. പട്ടംതുരുത്ത് ബാബു ഈ സംഘടനയുടെ വൈസ് പ്രസിഡന്റാണ്. കേരള വേടാർ സമാജം പ്രസിഡന്റാണ്. ഞാൻ സൂചിപ്പിച്ചത് അദ്ദേഹം പട്ടംതുരുത്ത് ബാബു അദ്ദേഹം കൊല്ലത്തുള്ളതാണ്. ഈ വേടാർ സമാജം എന്ന് പറഞ്ഞാൽ അത്രയും അവഗണിക്കപ്പെട്ടിട്ടുള്ള ഒരു കാസ്റ്റാണ്. പക്ഷെ അവർക്ക് ഒരു പരിഗണനയും ഇതുവരെ ഒരു മുന്നണികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. നിരവധി കാര്യങ്ങൾ ഞങ്ങൾ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിത് എല്ലാം വായിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വായിക്കാത്തത്. അപ്പം ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഈ ഡിമാൻഡുകളോട് ഒരുപാട് ബുദ്ധിമുട്ടാണ്. തെങ്ങ് കയറ്റ തൊഴിലാളികൾ നമുക്ക് തണ്ടാർ സമുദായമാണ്. ഇവിടെ എല്ലാ വിഭാഗങ്ങൾക്കും ക്ഷേമനിധിയും കാര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ തെങ്ങ് കയറ്റ തൊഴിലാളികൾക്ക് ഒരു ക്ഷേമനിധിയില്ല. മരത്തിൽ നിന്ന് വീണ് ഒടിഞ്ഞ് കിടന്നാൽ ആ കിടപ്പിന് വലിയ സാമ്പത്തിക സഹായമില്ല. ഒരു നിവൃത്തിയില്ല. അതുപോലെ മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ലക്ഷക്കണക്കിനാണ് കൊടുക്കുന്നത്. 15 ലക്ഷം 10 ലക്ഷം. ഈ പാവപ്പെട്ട തെങ്ങ് കയറ്റ തൊഴിലാളികൾക്ക് 5 പൈസയുടെ ആനുകൂല്യമില്ല.
അപ്പം അങ്ങനെ നിരവധി പ്രതിസന്ധികൾ നേരിടുന്ന സംഘടനയുടെ നേതാക്കന്മാരാണ് ഇതിനകത്തുള്ളത്. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ കുറേ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാം വിശദീകരിച്ച് വായിക്കേണ്ടെന്ന് പറഞ്ഞാൽ വായിക്കാത്ത. അതുകൊണ്ട് ഈ സംഘടനയുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഇത്രയും അതിപിന്നോക്കക്കാരായിട്ടുള്ള ആളുകളും പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിൽ നിന്ന് വലിയ നിരാലംബരായിട്ടുള്ള ആളുകളും ചേർന്ന് രൂപീകരിച്ചിരിക്കുന്ന ഈ സംഘടനയാണ്. ഇതിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാധ്യമ ശ്രദ്ധ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ആ രീതിയിലുള്ളൊരു പരിഗണന നൽകി ഒരു നല്ല വാർത്ത കൊടുക്കണം. അതുപോലെ ഈ വിഭാഗത്തിനെ സംരക്ഷിക്കുന്നവർക്കായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പിന്തുണ എന്നുള്ള കാര്യം ഞങ്ങൾ ഇതിൻ്റെ മാനിഫെസ്റ്റോകൾ വന്നതിന് ശേഷം പരിശോധനയ്ക്ക് വിധേയമാക്കിയതിന് ശേഷം ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി കൂടി ഞങ്ങൾ അതിനൊരു തീരുമാനം എടുക്കുന്നതാണ്. ഇവിടെ ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് യാതൊരു കാരണവശാലും അത് നടപ്പാക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന 4 വിഭാഗങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് ഞങ്ങളുടെ ആക്ഷേപം. 4 പ്രബല വിഭാഗങ്ങൾ. അത് മുസ്ലിം സംഘടനകളും ഈഴവ സമുദായവും പറയുന്നുണ്ടെങ്കിൽ പോലും ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ആത്മാർത്ഥത ഇല്ല എന്ന് ഞങ്ങൾക്ക് ആക്ഷേപമുണ്ട്. കാരണം ശരിയായിട്ടുള്ള ജാതി സെൻസസ് നടപ്പാക്കിയാൽ അല്ലെ കണക്കെടുത്താൽ ഈ പറയുന്ന സംഘടിത വിഭാഗങ്ങൾ 4 വിഭാഗങ്ങൾ, നായരും ഈഴവരും ക്രിസ്ത്യാനിയും മുസ്ലിമും, ഇത്രയും ജനങ്ങളില്ല എന്നുള്ളത് വ്യക്തമാകും. അപ്പോൾ ഇവർ കൈവശം വെച്ചിരിക്കുന്ന ആനുകൂല്യങ്ങളും സാമൂഹ്യ വിഭവങ്ങളും ഒക്കെ ചിലപ്പോൾ ഞങ്ങളെപ്പോലുള്ള സമുദായങ്ങൾക്കും കൂടി വിട്ടുതരേണ്ടി വരുന്ന ഒരു സാമൂഹ്യ വിപ്ലവത്തിന് തന്നെ കാരണമാകുമെന്ന് സർക്കാരിനും ഭയം ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും ജാതി സെൻസസ് നടപ്പിലാക്കിയ ജാതി സെൻസസിൻ്റെ കണക്ക് പുറത്ത് വിടുന്നില്ല. ഇനി ഒരു ജാതി സെൻസസ് നടപ്പാക്കിയാൽ പോലും അതിൻ്റെ കണക്ക് പുറത്ത് വിടുമോ? കണക്ക് പുറത്ത് വിട്ടാൽ ശാസ്ത്രീയമായിട്ട് അത് പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നും ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. എന്തായാലും ഞങ്ങൾ കൂടുതൽ പറയുന്നില്ല. ഈ ജാതി സെൻസസ് നടപ്പാക്കിയിട്ട് ഈ സംവരണം മേഖല മുഴുവൻ പൊളിച്ചെഴുതണമെന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക് ഉള്ളത്. പിന്നോക്ക സമുദായങ്ങൾക്ക് 40% സംവരണമാണ് കേരളത്തിലുള്ളത്. പട്ടികജാതിയെ സംബന്ധിച്ച സാർ പറഞ്ഞു കഴിഞ്ഞു. 8% പട്ടികജാതിക്കും 2% പട്ടികവർഗത്തിനും പോയിട്ട് പിന്നെ 40% ആണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് കൊടുക്കുന്നത്. ആ 40%-ൽ 14% ഈഴവയും 12% മുസ്ലിമും 26% 2 വിഭാഗങ്ങൾക്ക് മാത്രമായിട്ട് കൊടുത്തു. പിന്നെ വിശ്വകർമ്മ, ധീവര അങ്ങനെയുള്ള സമുദായങ്ങൾ കൊടുത്ത് അവസാനം ഈ പറഞ്ഞ ഞങ്ങളെപ്പോലുള്ള ഗ്രൂപ്പ് 8 റെസിഡ്യൂറി എന്ന് പറഞ്ഞിട്ട് അവശിഷ്ടമെന്നും പറഞ്ഞൊരു വിഭാഗം ഉണ്ടാക്കി 100ഓളം പിന്നോക്ക സമുദായങ്ങളാണ് അതിനകത്തുള്ളത്. ആ പിന്നോക്ക സമുദായങ്ങളുടെ എല്ലാം കൂടെ ജനസംഖ്യ എടുത്താൽ ഈ വീരശൈവരും വിശ്വകർമ്മരും വണിക വൈശ്യരും അതിൻ്റെ പ്രതിനിധികളും വിളക്കിത്തരനായരും എല്ലാവരും വിട്ടിട്ടുണ്ട്. അതിൻ്റെ ജനസംഖ്യ എടുത്താൽ ഇവിടുത്തെ ഈഴവ സമുദായത്തിൽ അത്രയും കാണും. എന്നിട്ട് തരുന്നത് എത്രയാണ്? 100ഓളം സമുദായങ്ങൾ കൂടെ തരുന്നത് 3% സംവരണമാണ് തരുന്നത്. ഇതൊക്കെ ആരോട് പറയാനാണ്? ഞങ്ങൾ ചെന്ന് രാഷ്ട്രീയ നേതാക്കളോട് പറയുമ്പോൾ പറയും, അടച്ചിട്ട മുറിയിലിരുന്ന് പറയും, നിങ്ങൾ പറയുന്നത് ശരിയാണ്, പക്ഷേ ഇവിടെ സംവരണത്തെ തൊട്ടാൽ ഇവിടെ പൊള്ളും, കത്തും, പൊട്ടും എന്നൊക്കെയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഈ സാമൂഹിക അസന്തുലിതാവസ്ഥ ഇങ്ങനെ തന്നെ അങ്ങ് നിലനിന്ന് പോകും. നിങ്ങളും കൂടെ മുഖ്യധാരാ മാധ്യമങ്ങൾ അത് ചർച്ചയ്ക്ക് എടുക്കുകയും ഫ്രണ്ട് പേജിലൊക്കെ ഈ അനീതി തുറന്നു കാണിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചാലേ ഞങ്ങൾക്കും കൂടി രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. അത് സംവരണത്തിൻ്റെ സ്ഥിതി. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാതിനിധ്യം ഇപ്പോഴത്തെ ഏത് രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ ജാതി തിരിച്ചുള്ള പട്ടിക ഒന്ന് പരിശോധിച്ചാൽ ഞങ്ങൾ ഈ പറഞ്ഞത് അക്ഷരാർത്ഥം ഈ ഇരിക്കുന്ന വിഭാഗങ്ങളിൽപ്പെട്ട ഒറ്റ സമുദായത്തിൻ്റെയും പ്രതിനിധികൾ ഇന്ന് വരെ നിയമസഭ കണ്ടിട്ടില്ല. ഞങ്ങൾ പാസ് എടുത്ത് കയറാൻ മാത്രമേ ഞങ്ങൾക്ക് അവകാശം ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങളുടെ എല്ലാം കൂടെ ജനസംഖ്യ കൂട്ടിയാൽ എത്രമാത്രം വരും എന്നുള്ളത് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊന്നുമല്ല. KPCC പ്രസിഡന്റ് ഒരാളാണെങ്കിൽ UDFിൻ്റെ കൺവീനർ വേറൊരു സമുദായം, അല്ലെങ്കിൽ സാമൂഹിക സന്തുലിതാവസ്ഥ തകർന്നു എന്നൊക്കെയാണ് ഇവിടെ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യുന്നത്. സാമൂഹിക സന്തുലിതാവസ്ഥ തകർന്നു. ഞങ്ങളെ പോലുള്ളവരുടെ സന്തുലിതാവസ്ഥയെ സംബന്ധിച്ച് നിങ്ങൾക്കൊന്നും വലിയ ഒരു ആകാംക്ഷ ഇല്ല. ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ ഏത് നിലയിലാണ് പ്രതികരിക്കുന്ന അതനുസരിച്ച് ഞങ്ങളെ പിന്തുണ ഉണ്ടാവും.